വേദി 12 നിത്യകല്യാണിയിൽ കഥകളി കാണാൻ ഒരു വിശിഷ്ട അതിഥി എത്തി. വളരെ തിരക്കുണ്ട്, പക്ഷേ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കഥകളി കാണാനെത്തിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു. തീർച്ചയായും ആ കഥകളി കാണാനെത്തിയത് കലോത്സവം ഇവിടെ നടക്കുമ്പോൾ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കൗമാരകാലത്തെ ചില ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയായിരുന്നു, അല്ലേ ടീച്ചറെ? തീർച്ചയായും ഞങ്ങളെല്ലാവരും വളരെ സൗഹാർദ്ദപൂർവമാണ് കലയെ കണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള കല ഏറ്റവും മനോഹരമായിട്ട് തികവോടെ അവതരിപ്പിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്നിപ്പോൾ കടുത്ത മത്സരബുദ്ധിയോടുകൂടിയാണ് ചില കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുന്നത്. അവരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കല മറ്റുള്ളവരുടെ മുന്നിൽ എ ഗ്രേഡോടുകൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കേണ്ടത്. 1ാം സമ്മാനം 2ാം സമ്മാനം ഓരോരുത്തർക്കേ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ മഹാകാര്യം. ഏറെ തിരക്കുകളുണ്ട്, പക്ഷേ മന്ത്രി ആർ ബിന്ദു നേരത്തെ നിശ്ചയിച്ചിരുന്നു കഥകളി മത്സരം കാണാൻ സമയം കണ്ടെത്തുമെന്ന്. 3ാം വയസ്സിൽ നൃത്തപഠനം ആരംഭിച്ച് 13ാം വയസ്സിൽ കഥകളി അഭ്യസിച്ച പെൺകുട്ടി പിന്നീട് മന്ത്രി പദവിയോളം എത്തി. പക്ഷേ കവിതയോടും കലയോടുമുള്ള ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ, കുറഞ്ഞിട്ടില്ല. കൗമാരനാളിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചാണ് ബിന്ദു ടീച്ചർ തൃശൂരിലെ കലോത്സവ വേദിയിലും കഥകളി മത്സരത്തിൽ കാഴ്ചക്കാരിയായത്. കുട്ടികൾ ചമയമണിയുന്നതും ഒരുക്കങ്ങളും കാണാനും മന്ത്രി എത്തി. 2 വർഷം മുമ്പ് കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മന്ത്രി കഥകളി അവതരിപ്പിച്ചിരുന്നു. നളചരിതം കഥയിലെ ദമയന്തിയായിരുന്നു വേഷം. ഏത് ഉന്നത സ്ഥാനത്തെത്തുമ്പോഴും കലയെയും എഴുത്തിനെയും കൈവിടാത്ത ഒരു മനസ്സുണ്ട് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവിനെ. അതുകൊണ്ട് തന്നെ ഇത്തരം കലയുള്ള വേദികളിൽ മുൻനിരയിൽ തന്നെ ടീച്ചറെ കാണാനുമാകും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ.